വൈകുന്നേരം 4:15 ആകാശമൊക്കെ ഇങ്ങനെ ഇരുണ്ടടഞ്ഞ് കിടക്കാണ്. ഇന്നിപ്പം ചൂടൊന്നുമില്ല കേട്ടാ, നല്ല ഒരു ക്ലൈമറ്റ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉല്ലാത്താൻ നല്ല രസമുണ്ടേ. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് കേട്ടോ, നമുക്ക് എല്ലാവർക്കും ഒരു കുടുംബത്തിലാവുമ്പോഴേക്ക് കടമകളും കർത്തവ്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പം അതിനോടൊപ്പം തന്നെ നമ്മൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് മാറ്റി വയ്ക്കുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ്. ഇപ്പം നമുക്ക് ഇതുപോലെ നല്ല നല്ല കാഴ്ചകളൊക്കെ കാണാനാണ് ഇഷ്ടമെങ്കിൽ നമ്മളുടെ വീടിൻ്റെ ചുറ്റുവട്ടത്തിൽ നമ്മളൊന്ന് കണ്ണോടിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കാഴ്ചകളൊക്കെ കാണാനും ആസ്വദിക്കാനും ഒക്കെ ഉണ്ടാവും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം തയ്ക്കുന്നവരാണെങ്കിൽ കുറച്ച് നേരം തയ്ക്കാനെടുക്കാം, അല്ല ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ കുറച്ച് നേരം അതിനായിട്ട് ഒന്ന് ചിലവഴിക്കാം. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ് കേട്ടോ. വെറുതെ ഇരിക്കുന്ന മനസ്സുകളിലാണ് എന്ത് പറയാൻ, നമ്മളുടെ കയ്യിൽ പറയും ഷെയ്ത്താൻ പിടിപെടുന്നതെന്ന് പറയും. അത് ശരിയല്ലേ? അപ്പം നമ്മൾ എപ്പോഴും എൻഗേജ് ആയിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പം അത് തന്നെയാണ് നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നതും. പിന്നെ ഇതുപോലെ ഇപ്പം ക്ലൈമറ്റ് ചെറുതായിട്ട് ഇങ്ങനെ മഴയൊക്കെ ഉള്ള ഒരു കാലാവസ്ഥയാണ്. അപ്പോൾ തുണികളൊക്കെ ഉണങ്ങി കിട്ടാനും ബുദ്ധിമുട്ടാണ്. ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ പറഞ്ഞ മാതിരി എനിക്കും മടിയുള്ള കൂട്ടത്തിൽ തന്നെയാണ്. അപ്പം ഞാൻ പിന്നെ തുണി ഉണങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മടക്കി എടുത്ത് വെക്കാനായിട്ട് നോക്കും കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം അല്ലെങ്കിൽ പിന്നെ അടുത്ത പ്രാവശ്യത്തെ തുണിയുമൊക്കെ കൂടെ ആകുമ്പം ആകെ ഒരുപാട് തുണികൾ മടക്കാനുണ്ടാവും. ഇതുപോലെയാണ് നമ്മളുടെ പല ജോലികൾ നമ്മൾ പിന്നത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജോലി ഭാരം കൂടും എന്നല്ലാതെ അത് കുറയാനായിട്ട് പോകുന്നില്ല. പക്ഷെ നമ്മൾ അപ്പോഴപ്പോഴുള്ള കാര്യങ്ങൾ ചെയ്ത് തീർത്ത് പോവുകയാണെങ്കിൽ നമുക്ക് വീട് വൃത്തിയാക്കി സൂക്ഷിക്കാനും കഴിയും. നമ്മളുടെ ജോലി ഭാരം കുറച്ചിട്ട് നമുക്കായിട്ട് ഇഷ്ടമാതിരി സമയം ചിലവഴിക്കാനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഓരോ ദിവസം നമ്മളിപ്പം നമ്മളുടെ കബോർഡാണ് ഇന്ന് ഒതുക്കാം എന്ന് മനസ്സിൽ നമ്മളൊരു തീരുമാനം എടുക്കണം. എല്ലാം കൂടിയിട്ട് നമ്മൾ ഒരു ദിവസം ചെയ്യാനായിട്ട് നിൽക്കരുത്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ആകെ ടയേർഡായിട്ട് പോകുന്നത്. പിന്നെ ചിലർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നവരും ഉണ്ടാവും. ഇപ്പം നല്ല എനർജിയൊക്കെ ഉള്ളവരാണെങ്കിൽ അവരൊറ്റ ദിവസം കൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം നീറ്റാക്കിയൊക്കെ വയ്ക്കും. പക്ഷേ ഒട്ടുമുക്കാൽ ആൾക്കാരും ഇപ്പം അങ്ങനെ ചെയ്യാത്തവരാണ്. അപ്പം ഓരോ ഏരിയ തരം തിരിച്ച് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നല്ല നീറ്റാക്കി തന്നെ എപ്പോഴും നമുക്ക് നമ്മളുടെ വീട് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമുക്കായിട്ട് ഒരുപാട് സമയം നമുക്ക് മുന്നിൽ കിട്ടുകയും ചെയ്യും. പിന്നെ ഓരോ ജോലികളായാലും ഇപ്പം അവർ ചെയ്യും ഇവർ ചെയ്യും എന്നൊന്നും കാത്തു നിൽക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നിടത്തോളം കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ നോക്കുക. അതൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇതേ ആ ദൂരെ കാണുന്നുണ്ട്, അത് ദൂരദർശൻ കേന്ദ്രമാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ചില സമയങ്ങളിലൊക്കെ ഈ ഒരു ക്ലൈമറ്റിലൊക്കെ വന്ന് ഇന്ന് കാണാൻ ഇഷ്ടമാണ്. ഇതാ ഇവിടെ ഉണ്ടോ ഈ ചൈന ഡോളിൻ്റെ അകത്ത് കടത്തൽ കൂടുണ്ട് കേട്ടോ. ഞാൻ കണ്ടില്ലായിരുന്നേ. എൻ്റെ തലങ്ങും വിലങ്ങും അത് കുത്തിത്തന്നു എന്നുള്ളതാണ്. എനിക്ക് പിന്നെ ഒന്നും കാണാൻ പറ്റിയില്ല. എൻ്റെ പുരികത്തിലും കൈവിരലുകളിലും ഒക്കെയാണ് വന്ന് കുത്തിയത്. ഇതാ കണ്ടോ, ഇഷ്ടംമാതിരി ഉണ്ട്. അങ്ങനെ ഞാൻ എന്ത് സംഭവം നോക്കിയപ്പോഴാണ് സംഭവം മനസ്സിലായത്. ശരിക്കും മരങ്ങളിലുള്ള കടന്നൽ കൂട് എങ്ങനെ കളയും എന്ന് നിങ്ങൾക്ക് അറിയുന്നവരൊന്ന് പറയേട്ടാ. ശരിക്കും പ്രകൃതി എത്ര സുന്ദരമാണല്ലേ. എന്തെല്ലാം കളറിലുള്ള പൂക്കളും ചെടികളും എല്ലാം ഇങ്ങനെ ചില സമയങ്ങളിൽ ഇങ്ങനെ വന്നിരിക്കും കേട്ടോ. അപ്പം ഞാൻ വിചാരിക്കേ ഒരുപാട് ഇങ്ങനെ കവിതകളും കഥകളും എഴുതാൻ പറ്റുന്നവർക്കൊക്കെ നമ്മളുടെ പ്രകൃതിയിൽ നിന്ന് തന്നെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പം ചിത്രരചന അറിയുന്നവർക്കാണെങ്കിൽ ഇങ്ങനെ ഈ ഒരു രീതിയിലൊക്കെ എന്തോ നമുക്കത് അതൊന്നും അറിയാത്തത് കൊണ്ടായിരിക്കാം അതൊക്കെ ഇങ്ങനെ മനസ്സിലുണ്ട്. പക്ഷെ അത് പുറമേക്ക് അത് വരയ്ക്കാനോ കുറിക്കാനോ ഒന്നും അറിയില്ല എന്നുള്ളതാണ്. സൗണ്ടോട് കൂടിയിട്ട് മഴ വന്നിരിക്കുന്നത് കേട്ടാ. ദൂരേന്ന് തന്നെ ശബ്ദം കേട്ടു. അത് കഴിഞ്ഞപ്പോഴേക്കും മഴ അങ്ങ് ശക്തമായിട്ട് പെയ്തു തുടങ്ങി കേട്ടോ. അപ്പം ഈ ഒരു സമയത്ത് ഇങ്ങനെ ഊഞ്ഞാലൊക്കെ വന്നിരുന്ന് ഇങ്ങനെ മഴയൊക്കെ ആസ്വദിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഞാൻ ഇവിടെ ഊഞ്ഞാൽ തൂക്കണമെന്ന് പറഞ്ഞതേ. പ്രകൃതിയും കണ്ടിരുന്നു കഴിഞ്ഞാൽ രാത്രിയത്തേക്ക് ഭക്ഷണം കഴിക്കണമല്ലോ. അപ്പം ഞാൻ ഡീപ് ഫ്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബീഫ് എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അത് പോയി ഇനിയിപ്പം ഇതൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണേ കേട്ടോ. അപ്പം കൂടുതലും ഞാൻ ലഞ്ച് റെസിപ്പീസാണ് കൂടുതൽ ഷെയർ ചെയ്യുന്നതെന്ന് തോന്നുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ട്. ഡിന്നർ അത്ര അധികം ഞാൻ അങ്ങനെ കാണിക്കാറുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം വൈകുന്നേരം ആകുമ്പം വീട്ടിൽ നല്ല തിരക്കും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെ ഷൂട്ടും കാര്യങ്ങളും ഒക്കെ വരുമ്പോഴേക്കും എനിക്കതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഈ ലഞ്ച് റെസിപ്പീസും ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസും ഒക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് കഴുകിയെടുക്കട്ടെ. കഴുകിയെടുത്ത് അതൊന്ന് വെള്ളം വാലാനായിട്ട് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കട്ടെ. സനമോളാണെങ്കിൽ എന്നതേ അവിടെ കിടന്ന് വിളിച്ചുകൊണ്ടേ ഇരിക്കുവാണ് കേട്ടോ. സുന്ദരക്കുട്ടി എന്താ പറഞ്ഞേ?
കണ്ട ഈ ഒരു പൂ ഓടി വന്നിട്ട് എൻ്റെ അടുത്ത് പറയാ ഇത് മണപ്പിച്ചു കൊടുക്കാൻ. കുട്ടിയുടെ ക്യാമറ എവിടെ? മക്കളെ ക്യാമറ എന്ത് ചെയ്ത്? ഫാബി എടുത്തോ? മമ്മ എടുത്തോ? സനക്കുട്ടിയുടെ ക്യാമറയും കൊണ്ട് വന്നതാണ്. ഈ ബാഗിന്റെ അകത്തായിരുന്നോ ചക്കരെ? ആണോ? എന്തേ ചക്കരക്കുട്ടിയുടെ ബാഗിൽ എന്തൊക്കെയുണ്ട്? A for ആപ്പിൾ പറയാമോ? അറിയാമോ മോളൂസേ? ആ ആ നോക്കട്ടെ. ഹായ്. കണ്ട എങ്ങനെയൊക്കെ ക്യാമറ വയ്ക്കുന്നതെന്ന് നോക്കുന്നത് നോക്കിക്കേ. അങ്ങനെയാണോ ഇൻസ്റ്റയിലിടാനാ? റീൽസ് എടുക്കാനാണോ? ഇങ്ങോട്ട് വരാമോ? ഇങ്ങോട്ട് വരാമോ? ഹലോ സന മാഡം. ആഹാ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ സവാളയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം ഇതാ ഈ ഇഞ്ചിയും ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണേ. പെട്ടെന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. പിന്നെ ഞാൻ എല്ലാത്തിലും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ല ഉപയോഗിക്കുന്നത്, ചിലതിന് ഇതുപോലെ എടുക്കും. പിന്നെ സവാളയൊക്കെ ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കാനായിട്ട്. സവാളയൊന്നും ഞാൻ നേരത്തെ ഒന്നും പൊളിച്ചെടുത്ത് വെക്കാറില്ല. ഇപ്പം ജോലിക്കൊക്കെ പോകുന്നവരൊക്കെ ആണെങ്കിൽ അതിനൊക്കെ തൊലി കളഞ്ഞ് നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യാനുസരണം എളുപ്പത്തിന് അത് കട്ട് ചെയ്തൊക്കെ എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞതെന്ന് വെച്ചാൽ ഒന്ന് ചതഞ്ഞ് എളുപ്പത്തിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും അതുപോലെ തന്നെ മുഴുവനെയുള്ള കുരുമുളകുണ്ടല്ലോ അതിട്ട് കൊടുക്കും. ബീഫൊക്കെ ആകുമ്പോഴേക്ക് കുരുമുളക് മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ കുറച്ച് പെരിഞ്ചീരകവും കൂടി ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. അപ്പം എൻ്റെ അടുത്ത് കുറേ പേരിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ കല്ല് നല്ലതാണോ എന്നുള്ളത്. എനിക്ക് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കല്ലാണ് കേട്ടോ ഇത്. നിങ്ങൾ മിക്കവാറും എൻ്റെ വീഡിയോയിൽ ഇത് കാണുന്നുണ്ടാവും. അപ്പം ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇത് ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്നതെന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് വറുത്ത മസാലപ്പൊടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മല്ലിപ്പൊടിയും അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടല്ലോ അതും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി മെയിനായിട്ട് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കും കേട്ടോ. അതും കൂടി ചേർത്തിട്ട് ഇതൊന്ന് തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് വറുത്തെടുക്കാം. ശരിക്ക് വറുത്ത കറിയും വറുക്കാതെ നമ്മൾ പൊടികൾ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന കറിയും തമ്മിൽ ടേസ്റ്റിലും വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഇതുപോലെ വറുത്തിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾ എത്രയാണോ ബീഫ് എടുക്കുന്നത് അതിനനുസരിച്ച് ഇതിലൊക്കെ ഏറ്റക്കുറച്ചിലുകൾ വരുത്തിയാൽ മതി. അപ്പോൾ വെള്ളം പോയ ശേഷം ഞാൻ ബീഫ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്നുണ്ടല്ലോ അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാമേ. ഇനി നമുക്ക് ഈ സവാള അരിഞ്ഞതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് വെച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഈ മസാലപ്പൊടികളാണ് കേട്ടോ. അതും കൂടി ഇതിലേക്കൊന്ന് തട്ടിയിട്ട ശേഷം നമുക്കിനിയിപ്പം ഇതിലേക്ക് ഞാൻ ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ലല്ലോ. അപ്പം നമുക്ക് മെയിനായിട്ട് വേണ്ട അടുത്ത സംഗതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറിവേപ്പിലയാണ് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ കുറച്ച് കറിവേപ്പില ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയൊക്കെ ഇടുമ്പോൾ ശരിക്കും നല്ല ഒരു മണവും കഴിക്കുമ്പോൾ തന്നെ നല്ല രുചിയാണ് കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത ശേഷം എല്ലാം ചേർത്തിട്ട് ഇനിയിപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പം നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ചിക്കനും റെഡിയാക്കാം. പിന്നെ ഒരു 1/4 കപ്പ് ഓയിലും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. 1/4 കപ്പ് എന്ന് പറയുമ്പോൾ വളരെ കുറവാണ് കേട്ടോ. എന്നിട്ട് അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. എല്ലാം നല്ലതുപോലെ ഒന്ന് തിരുമ്മി കൊടുക്കണം. അപ്പോൾ മസാലയും എല്ലാം കൂടി യോജിച്ച് വന്നിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ വേറെ പണികളൊന്നുമില്ല. ഇത് നമുക്ക് പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിലോ ഇനി കുക്കർ അല്ലാതെ നിങ്ങൾ വേവിക്കുകയാണെങ്കിൽ ഒരുപാട് ടൈം എടുക്കും കേട്ടോ. എപ്പോഴും എല്ലാവരും പെട്ടെന്ന് റെഡിയാവാനല്ലേ നോക്കണത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് പ്രഷർ കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു 5-6 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കണം. പിന്നെ ഓരോരുത്തരുടെ കുക്കറിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇത് വേകുന്ന ടൈമെന്ന് പറയണതേ. പിന്നെ എടുക്കുന്ന ഇറച്ചിയും അതിന് ഒരു ഘടകം തന്നെയാണ്. അപ്പം ഞാനൊരു 6 വിസിൽ വരെ ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പം വിസിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റീം പോയ ശേഷമേ ഞാനിത് ഓപ്പൺ ചെയ്യത്തുള്ളൂ. തുറന്ന് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ. അപ്പോൾ വെള്ളമൊന്നും ഒരു തുള്ളി വെള്ളം നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടില്ല. അത് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ബീഫിൽ നിന്ന് ഊറി വന്ന ചാറാണ്. അപ്പോൾ ഈ ചാറ് നമ്മൾ ഇനിയിപ്പോൾ ഒന്ന് വറ്റിച്ചു കൊടുക്കും കേട്ടോ.
അപ്പം ഞാൻ ഈ ഗ്യാസ് ഒന്ന് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുത്തിട്ടേ ഉള്ളൂ പാനിലേക്ക്. ഇനിയിപ്പം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. വെളിച്ചെണ്ണയിൽ തന്നെ നമ്മളിത് ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. പിന്നെ നമുക്കിതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് തേങ്ങാക്കൊത്ത് ഇഷ്ടം ഉള്ളവരാണെങ്കിൽ തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ഇതിലേക്കൊന്ന് വഴറ്റിയ ശേഷം നമുക്ക് ഈ ബീഫിലേക്ക് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കുമേ. ഇതിപ്പം ഞാൻ തേങ്ങാക്കൊത്തൊന്നും ചേർക്കുന്നില്ല, ജസ്റ്റ് വഴറ്റിയെടുക്കുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ഇട്ടിട്ട് ഇനി ഇത് ഇളക്കി ഒന്ന് ഡ്രൈ ഫ്രൈ ചെയ്ത് എടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ആക്കിയ ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അത് നമ്മൾ അടുപ്പത്ത് വെച്ച ശേഷം മാറി നിന്ന് കളയരുത്. അപ്പം നമ്മൾ വിചാരിച്ച കണക്ക് ഇത് ഡ്രൈ ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കത്തില്ല കേട്ടോ. കുറച്ച് ടൈം എടുത്താലും നമ്മൾ ഇതുപോലെ നിന്ന് ഇളക്കി ആ മസാലയൊക്കെ ഒന്ന് വറ്റി വരും കേട്ടോ. അതാണ് അതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത്. ഇതിൻ്റെ കളറും കുറച്ച് ഒന്ന് ചേഞ്ചായി വരികയും ചെയ്യും കേട്ടോ. ശരിക്കും ബീഫൊക്കെ ഡ്രൈ ഫ്രൈ ആണോ നിങ്ങൾക്കിഷ്ടം, അതേ ഡ്രൈ റോസ്റ്റ് ആണോ ഇഷ്ടം? റോസ്റ്റ് എന്ന് പറയുമ്പോഴേക്ക് അതിൽ തക്കാളിയും സവാളയൊക്കെ കുറച്ച് കൂടുതലായിട്ട് വരും. ഞാനിങ്ങനെ കുക്ക് ചെയ്തോണ്ടിരിക്കുമ്പോഴേ വാവ എടുക്കണം. വാവയുടെ വായില് ഫുഡ് ഇരിക്കുക അല്ലേ വാവേ? വാവ ഗുഡ് നല്ല സൂപ്പർ എങ്ങനെ കാണിക്കും വാവേ. മിട്ടിക്ക് അമ്മക്കൊരു ഉമ്മത്ത കെട്ടിപ്പിടിച്ച് ഉമ്മത്ത. ഉമ്മയുടെ പൊന്നുമോളെവിടെ? ഉമ്മടിച്ചിട്ട് പൊന്നുമോളെവിടെ? പാപ്പ എവിടെ പോയി മോളെ? പാപ്പ എവിടെ പോയി? അല്ല നിസ്കരിക്കാൻ പോയിരിക്കുക അല്ലേ? ആ മമ്മ പോയി നിസ്കരിക്കാൻ. പാപ്പ എവിടെ പോയി മോളെ? വായിലെല്ലാം അങ്ങോട്ട് കഴിച്ചിറക്കിക്കേ. മണിക്കൂറുകളാണ് വായിൽ ഫുഡ് ഇട്ടോണ്ട് നിൽക്കുന്നത്. അത് കണ്ടോ മോളുടെ ഫ്ലവർ എങ്ങനെ വരും മണം കണ്ടോ? എങ്ങനെ ഒരു മോടത്ത പാവ ഒരു മോടത്തോ. അങ്ങനെ നമ്മളുടെ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ഓയിലൊന്നും ഉപയോഗിക്കാത്ത ഒരു ഫ്രൈ ആണ് കേട്ടോ. അതുപോലെ ഇളക്കി ഇനി വേണമെങ്കിൽ നമുക്കിത് ഡ്രൈ ആക്കി എടുക്കാം. ഞാനിപ്പം ഇങ്ങനെ മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കുണ്ട് നമ്മളുടെ സനമുത്ത് എനിക്ക് ബോളൊക്കെ എടുത്തുകൊണ്ട് തരികയാണ് കേട്ടോ. അപ്പം ഞാൻ പറയുന്നുണ്ട് മോള് റെഡ് ബോൾ എടുത്തേ, ബ്ലൂ ബോൾ എടുത്തതെന്ന് പറയുമ്പോൾ അവള് ഇങ്ങനെ മാറിയും തിരിഞ്ഞൊക്കെ എടുത്തോണ്ട് വന്ന് തരാണ്. അപ്പം ഞാൻ പറഞ്ഞു ആ ബ്ലൂ ബോൾ എടുത്തോണ്ട് വാ. അപ്പം നമ്മളിങ്ങനെ പറയുമ്പോഴേക്ക് ഈ കളറൊക്കെ ഇവരുടെ മനസ്സിലേക്ക് പതിഞ്ഞു വരും കേട്ടോ. അപ്പം അതിനുള്ള പ്രായമല്ലേ ആയിട്ടേ ഉള്ളൂ. അപ്പം ആകുമ്പം എന്തായാലും അതിന് കോമ്പിനേഷൻ എന്ന് പറയുന്നത് കടല തന്നെയാണ് അല്ലേ? ഞാനിങ്ങനെയാണ്, ഞാൻ ഇതിനു മുൻപൊക്കെ കാണിച്ചിട്ടുള്ളതാണ്. ഞാൻ വാങ്ങിക്കുന്ന ബ്രാൻഡും അതുപോലെ തന്നെ എക്സ്പയറി ഡേറ്റും ഒക്കെ അതിൽ കട്ട് ചെയ്തിട്ടേ. അപ്പം അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കറുത്ത കടലയാണോ വെള്ളക്കടലയാണോ നിങ്ങൾക്കിഷ്ടം? സത്യം പറഞ്ഞാൽ എനിക്ക് അപ്പത്തിൻ്റെ കൂടെ ഇതുപോലെ കറുത്ത കടലയാണ് ഇഷ്ടം. അപ്പം ഇനി ഇത് കഴുകിയെടുത്തിട്ട് വരാം. കഴുകിയെടുത്ത് വെള്ളം ഒഴിച്ച് കുതിരാൻ വയ്ക്കും. അപ്പം ഇതിനിപ്പം ഞാൻ നാളത്തേക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് റെഡിയാക്കി വെക്കണത്. അപ്പം ബാക്കി കടല എടുത്ത് മാറ്റി വെക്കട്ടെ. അപ്പം എന്തെങ്കിലുമൊക്കെ നമ്മൾ തലേദിവസം പിറ്റേന്നത്തേക്ക് വേണ്ടി റെഡിയാക്കി വെക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജോലി കുറച്ച് കുറഞ്ഞിരിക്കുക. അപ്പം കഴുകിയിട്ട് ഞാൻ വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നോക്കിയപ്പോഴാണ് ഗരം മസാല എൻ്റെ കയ്യിൽ തീർന്നു പോയത് കേട്ടോ. അങ്ങനെ ഞാനിപ്പോൾ ഹോൾ ഗരം മസാല നമുക്കിങ്ങനെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അതാണ് ഞാൻ വാങ്ങിയിട്ട് അതിൽ നിന്ന് കുറേ സംഭവങ്ങളൊക്കെ ഞാൻ എടുത്ത് മാറ്റും. അപ്പം ഇതിപ്പം നോക്കുമ്പോൾ വലിയ പ്രശ്നമുള്ളതല്ല കേട്ടോ. അല്ലെങ്കിൽ എന്തെന്ന് വെച്ചാൽ അതായത് പട്ടയൊക്കെ വലിയ പീസായിരിക്കും. ഇത് നല്ല ബ്രാൻഡ് തന്നെയായിരുന്നേ. പിന്നെ കുറച്ചധികം നമ്മുടെ ഇത് കശകശ ഉണ്ടല്ലോ അതിട്ട് കൊടുക്കണേ കേട്ടോ. അതൊക്കെ ഇടുമ്പോഴാണ് നമ്മൾ ഗരം മസാല നല്ല മണവും നമുക്ക് ഈ ഇറച്ചിയൊക്കെ ഉണ്ടാക്കുമ്പോഴേക്ക് നല്ല ഒരു ടേസ്റ്റൊക്കെ കിട്ടുന്നത് കേട്ടോ. എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് വറുത്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ നമുക്ക് നോക്കണം ഏലക്ക ഗ്രാമ്പു ഇതൊക്കെ കുറവുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ചേർത്ത് കൊടുക്കാം. ഞാൻ നോക്കിയപ്പോൾ അത് കുറച്ച് കുറവുണ്ട്, അതുകൊണ്ടാണ് ഏലക്കയും ഗ്രാമ്പു. ഒരുപാടായി പോരുത്, ഒരുപാടായി കഴിഞ്ഞാൽ മസാല കുത്ത് അനുഭവപ്പെടും. അപ്പം നമ്മൾ ചില സമയം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്
കണ്ടിട്ടുണ്ടോ? നമ്മൾ ഈ വെളിയിൽ നിന്ന്, അതായത് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ ആകെ ഒരു ചിലപ്പോൾ മസാലക്കുത്ത് അനുഭവപ്പെടുന്നത് ഇതിൻ്റെയൊക്കെ അളവ് കൂടുമ്പോഴാണ് അങ്ങനെ ഉണ്ടാവുന്നത്. പിന്നെ പലരും എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഇത്രയും നമ്മുടെ പെരിഞ്ജീരകം വേണോ എന്നുള്ളത്. ഇത് കറക്റ്റ് തന്നെയാണ്. ഇത്രയും പെരിഞ്ജീരകം മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് തന്നെയാണ് ഞാൻ ഗരം മസാലപ്പൊടി ഉണ്ടാക്കുന്നത്. നല്ല ഗരം മസാലപ്പൊടി തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ പുറത്തുനിന്ന് ഗരം മസാല വാങ്ങിക്കാറേ ഇല്ല കേട്ടോ. അപ്പം കിട്ടുന്ന സമയമൊക്കെ നമ്മൾ ഇതുപോലെ വിനിയോഗിക്കണം. എന്തെങ്കിലുമൊക്കെ ജോലികളുണ്ടെങ്കിൽ അതൊന്ന് തീർത്ത് ഒതുക്കിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ സമാധാനമല്ലേ. പിറ്റേന്നാകുമ്പോഴേക്ക് ഒരുപാട് പണികളൊന്നും ഉണ്ടാകത്തില്ല. അപ്പം ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഇനി നമുക്ക് അടുത്ത നല്ല റെസിപ്പിയോ വ്ളോഗായിട്ടത്തെ കാണുന്നവരെ എല്ലാവർക്കും ബൈ.